ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു വികൃതി കുട്ടിയുടെ കഥയാണ്. പണ്ടൊരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു വികൃതി കുട്ടിയും അവന്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നു. അവൻ വളരെയധികം കുസൃതി കാണിക്കുന്നതിനാൽ അവന്റെ അമ്മ എപ്പോഴും ദുഃഖിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ ആടുമേയ്ക്കാൻ പോയപ്പോൾ രാമുവിനെയും കൂടെ കൊണ്ടുപോയി. ആടുകളെ മേയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം അവന് നൽകിയിട്ട് അച്ഛൻ അടുത്ത ഗ്രാമത്തിലേക്ക് കൃഷി നോക്കുവാൻ പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവന് വല്ലാതെ മടുപ്പ് തോന്നി. കാടുപോലും വളരെ ശാന്തമായിട്ട് അവന് തോന്നി. അങ്ങനെ ഇരിക്കെ അവന്റെ മനസ്സിൽ ഒരാശയം വന്നു. അവൻ പുലി വരുന്നേ എന്ന് ഉറക്കെ കരയുവാൻ തുടങ്ങി. അവന്റെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികളെല്ലാം ഓടിയെത്തി. അവരെ കണ്ട് അവൻ ഉറക്കെ ചിരിച്ചു. രാമു തങ്ങളെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയ അവർ ദേഷ്യത്തോടെ തിരികെ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും പുലി വരുന്നേ എന്ന് ഉറക്കെ കരയുവാൻ തുടങ്ങി. ഇത്തവണയും ഗ്രാമവാസികൾ ഓടിയെത്തി. തങ്ങളെ വീണ്ടും പറ്റിച്ചെന്ന് മനസ്സിലാക്കിയ അവർ രാമുവിനോട് ദേഷ്യപ്പെട്ട് തിരികെ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാട്ടിലൂടെ ഒരു പുലി പതിയെ നടന്ന് ആടുകളുടെ അടുത്തേക്ക് എത്തി. പുലിയെ കണ്ടതും രാമു ഓടി അടുത്തുള്ള മരത്തിൽ കയറി. അവിടെ ഇരുന്ന് പുലി വരുന്നേ എന്ന് ഉറക്കെ കരഞ്ഞു. ഇത്തവണയും രാമു തങ്ങളെ പറ്റിക്കുകയാണെന്നോർത്ത് ഗ്രാമവാസികൾ ആരും വന്നില്ല. പുലി പതിയെ ആടുകളെ എല്ലാം കൊന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ അവിടെ എത്തി. ആടുകൾ മരിച്ചു കിടക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. മരക്കൊമ്പിൽ പേടിച്ചു കരയുന്ന അവനെ അയാൾ താഴെ ഇറക്കി. പിന്നീട് ആടുകളില്ലാതെ അവർ ദുഃഖത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ആരെയും പറ്റിക്കാൻ പാടില്ല എന്നൊരു സന്ദേശം കൂടി ഈ കഥയിലുണ്ട്.